ടാക്സിന്റെ കാര്യത്തിൽ ഒരു വലിയ ആശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ എംപിമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലെ എംപിമാർ ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വിജയ് ചോക്കിലേക്ക് വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരോട് സംസാരിച്ചു. നമുക്കൊപ്പം ആന്റണി എം പി ചേരുകയാണ്. എം പി, കേരളത്തെ തഴഞ്ഞു എന്നാണ് നമുക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുന്നത്. എന്താണ് എം പിയുടെ വിലയിരുത്തൽ? അല്ല, കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണമായി നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ്. കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരവും ബഡ്ജറ്റിലില്ല. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത നട്ടല് റബ്ബറാണ്. കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ കൊണ്ട് മാത്രം കഴിഞ്ഞ 10 വർഷമായി റബ്ബർ കൃഷിക്കാർക്ക് ന്യായവില ലഭിക്കുന്നില്ല. അനിയന്ത്രിതമായ റബ്ബർ ഇമ്പോർട്ട്. അതുപോലെ തന്നെ കർഷകർക്ക് UPA ഗവൺമെന്റ് നടപ്പാക്കിയിരുന്ന 15ഓളം സബ്സിഡി, ഒരു സബ്സിഡിയും കൊടുക്കുന്നില്ല. ആ സബ്സിഡികളെ റീഇൻസ്റ്റേറ്റ് ചെയ്തതിനെക്കുറിച്ച് അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. ഏറ്റവും വലിയ ദ്രോഹം, വ്യവസായികൾ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലം നോർത്ത് ഈസ്റ്റിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് മുടങ്ങാതെ ഒരു ഹെക്ടറിന് 1.5 ലക്ഷം ഉറുപ്പിക സബ്സിഡി കൊടുത്തോണ്ടിരിക്കുക. കേരളത്തിൽ കൊടുക്കേണ്ട 25,000 രൂപയുടെ സബ്സിഡി 10 കൊല്ലമായിട്ട് കൊടുക്കാത്തൊരു ഗവൺമെൻറ്റാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച്, റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ച് നിരാശാജനകം. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേത പ്രവാസികൾക്ക് വേണ്ടി ഒരു വാക്ക് ഈ ബഡ്ജറ്റിൽ പറയണ്ടേ? ഇന്ത്യയുടെ റവന്യൂ, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന പ്രവാസികളാണ്. അതിൻ്റെ 25% മലയാളികളാണ് നൽകുന്നത്. അവർക്ക് ജോലി നഷ്ടപ്പെട്ട് വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ, അവർ തുടങ്ങുന്ന സംരംഭങ്ങൾക്കുള്ള എന്തെങ്കിലും ഇൻസെൻറ്റീവ്, അവരെ ഒന്ന് വാക്കുകൊണ്ട് പോലും, അവരുടെ പേര് പരാമർശിക്കാൻ പോലും തയ്യാറാകാതെ പ്രവാസി സമൂഹത്തെ സമ്പൂർണ്ണമായി ഇഗ്നോർ ചെയ്ത ഒരു ബഡ്ജറ്റാണ്. അതുമാത്രമല്ല, ഇവിടെ 47 വർഷത്തെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെൻ്റ് നിലനിൽക്കുക. ആ അൺഎംപ്ലോയ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാനുള്ള എന്ത് കാര്യമാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്? ഒന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രപതിയുടെ പ്രസംഗം വളർച്ചാ നിരക്ക് തടസ്സപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നത് പോളിസി പാരാലിസിസ് ഉണ്ടായി, അതുകൊണ്ടാണെന്നാണ് 12ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. ഈ പോളിസി പാരാലിസിസ് പരിഹരിക്കാനുള്ള എന്ത് സ്കീമാണ് ഇപ്പുറത്ത് ഇവർ നൽകാനുള്ളത്? ഇപ്പം തന്നെ നേരത്തെ ഇതുവരെയുള്ള നമ്മുടെ ഇന്ത്യയുടെ കീഴ്വഴക്കം എന്താ? കോർപ്പറേറ്റ് ഡയറക്റ്റ് ടാക്സ് ആണ് ഏറ്റവും വലിയ ടാക്സ് സ്രോതസ്. ഇൻകം ടാക്സ് 2ാമതേ വരുന്നുള്ളൂ. ഇപ്പം കഴിഞ്ഞ 2 വർഷമായി കോർപ്പറേറ്റുകൾക്ക് ആനുകൂല്യം കൊടുത്ത് അവരുടെ കടമെല്ലാം എഴുതിത്തള്ളി. ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റവന്യൂവിലേക്ക് വരുന്നതിൻ്റെ 1ാമത്തെ വരുമാനം ഇൻകം ടാക്സിൽ നിന്നാണ്. കോർപ്പറേറ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് 2ാമതായി. എന്ന് വെച്ചാൽ ഗവൺമെൻറ് വീണ്ടും ലക്ഷ്യമിടുന്നത് പാവപ്പെട്ടവരുടെ, സാധാരണക്കാരെയും പോക്കറ്റ് അടിച്ച് വൻകിട കോർപ്പറേറ്റുകളെ തലോടുക എന്നുള്ളതാണ്. 10 വർഷം കൊണ്ട് 15 ലക്ഷം കോടി ഉറുപ്പിക അവരുടെ എഴുതിത്തള്ളി. നമ്മൾ ഈ ബഡ്ജറ്റിൽ ഏറ്റവും ആഗ്രഹിച്ചത് എന്താ? കൃഷിക്കാരുടെ 1 ഉറുപ്പികയെങ്കിലും എഴുതിത്തള്ളൂ. UPA ഗവൺമെൻറ് ചെയ്ത് അതല്ലേ? UPA ഗവൺമെൻറ് കാർഷികടം എഴുതിത്തള്ളി. MNREGA പോലുള്ള, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പോലുള്ള നടപടികൾ കൊണ്ടുവന്നു. സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇത് വൻകിടക്കാർക്ക് വേണ്ടി സാധാരണക്കാരെ പുറംകാല കൊണ്ട് അടിച്ച ഒരു ബഡ്ജറ്റാണിത്. വൻകിടക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റ് എന്ന് MP പറയുന്നു.